കണ്ണൂർ ഹൃദയരക്തമെന്ന FB പോസ്റ്റിൽ സുധാകരൻ പറഞ്ഞു. പോസ്റ്റിന് പിന്നാലെ സുധാകരനെ പിന്തുണച്ച യുവനേതാക്കളും അണികളും അദ്ദേഹത്തിന്റെ വീട്ടിലേക്കെത്തി. കെ സുധാകരൻ അദ്ദേഹം കണ്ണൂരിലെ കോൺഗ്രസിന്റെ എല്ലാമാണ്. അതിനകത്ത് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് അദ്ദേഹത്തിന്റെ വികാരത്തിനൊപ്പം തന്നെയാണ്. അതിന് സംശയം നിങ്ങൾക്ക്? കെ സുധാകരൻ അദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നു അത് നടക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാ ഞങ്ങളെ കണ്ണൂരിലെ കോൺഗ്രസ്. അതിന് സംശയം? അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ലല്ലോ. അതെ, അദ്ദേഹത്തിന് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും അദ്ദേഹത്തിന് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ. നമുക്കറിയാം, ഈ 10 കൊല്ലക്കാലം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു മണ്ഡലമാണ്. ആ വികസന മുരടിപ്പിന് എന്തായാലും അറുതി വരണമെങ്കിൽ കെ സുധാകരൻ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിജീഷ്, കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് പിണങ്ങി മടങ്ങിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയോ മനസ്സ് തുറക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരായ അനുയായികളിൽ പലരും വീട്ടിലേക്ക് എത്തുന്നതും അദ്ദേഹത്തെ കാണുന്നുമുണ്ട്. അപ്പോൾ അവർ നൽകുന്ന സൂചന എന്താണ്? അദ്ദേഹം ഈ ഹൈക്കമാൻഡൊക്കെ നിർദ്ദേശിച്ച ഫോർമുലയോട് ഒരുപക്ഷെ അതിനോട് അംഗീകരിച്ചുകൊണ്ട് അതിനോട് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണോ? ഒപ്പം തന്നെ എന്താണ് അവിടെയുള്ള അണികളുടെ ഒരു വികാരം? ഇതിനകത്ത് ഇപ്പോൾ കെ സുധാകരൻ ഇതുവരെ അദ്ദേഹത്തിന് മനസ്സ് തുറന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ, ഈ താൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരു നീക്കുപോക്ക് ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള ഒരു സമ്മർദ്ദമാണ് അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുയായികളും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ അദ്ദേഹത്തെ കാണാനെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങളും കൂടി വന്നതോടുകൂടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് കെ സുധാകരന്റെ നിലപാടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ രമേശ് ചെന്നിത്തലയും VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്, ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കെ സുധാകരനെ ഫോണിൽ വിളിക്കുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നേതാക്കന്മാർ വീട്ടിലില്ല. നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ മടങ്ങിപ്പോയി. പലരും അത് കൃത്യമായി സുധാകരന്റെ ആ താല്പര്യത്തെ ഒരു തരത്തിലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. സുധാകരൻ ഒഴികെയുള്ള ഏത് പേരും കെ സുധാകരന് കണ്ണൂരിൽ നിർദ്ദേശിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആ ഒരു ഫോർം വഴി തന്നെ സുധാകരൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരെ നിർദ്ദേശിക്കും സുധാകരൻ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു പേര് ചർച്ച ചെയ്യപ്പെടുന്നതൊന്ന് റിജിൽ മാക്കുറ്റിയുടേതാണ്. ഒപ്പം തന്നെ അമൃത രാമകൃഷ്ണൻ, N രാമകൃഷ്ണന്റെ മകളായിട്ടുള്ള അമൃത രാമകൃഷ്ണന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ സുധാകരൻ റിജിൽ മാക്കുറ്റിക്ക് വേണ്ടി സംസാരിച്ചേക്കാനുള്ള സാധ്യതയാണ് അദ്ദേഹത്തിന്റെ അണികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിനകത്ത് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. സുധാകരൻ വഴങ്ങി, സുധാകരന് സീറ്റ് വേണ്ട, പകരം താൻ നിർദ്ദേശിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും അദ്ദേഹം ഇത്ര കടുത്തൊരു നിലപാട് സ്വീകരിച്ച് ഡൽഹിയിൽ നിന്ന് KPCC പ്രസിഡന്റും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുമായി ഉടക്കി കണ്ണൂരിലേക്ക് തിരിച്ചു വന്നത് തന്റെ കൃത്യമായ നീരസം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ നീരസം പ്രകടിപ്പിച്ച് തന്റെ അനുയായിട്ടുള്ള ആർക്കെങ്കിലും വേണ്ടി സീറ്റ് വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം ഒരു വിട്ടുവീഴ്ചക്ക് വഴങ്ങുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഒരു മത്സര സാധ്യത അദ്ദേഹത്തിന് മുന്നിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വിചാരിച്ചു കഴിഞ്ഞാൽ സീറ്റ് നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇനി അതിനകത്തുനിന്ന് ഒരു പിന്നോട്ട് പോക്ക് വേണ്ട എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഏതായാലും സുധാകരന്റെ കരുനീക്കങ്ങൾ ശക്തമാണ്. ഈ സ്ഥാനാർത്ഥിത്വം കണ്ണൂരിൽ ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഒപ്പം തന്നെ ഒന്നുകിൽ അങ്ങനെ ഒരു സാഹചര്യം പറ്റുന്നില്ല, MP-മാരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ അടുത്ത അനുയായിട്ടുള്ള ഒരാളെ രംഗത്തിറക്കാനുള്ള നീക്കവും അദ്ദേഹം നടത്തുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നുകിൽ റിജിൽ മാക്കുറ്റിക്കായിരിക്കും അതിനുള്ളൊരു സാധ്യത ഉണ്ടാകുക. യെസ് ബിജീഷ്, അപ്പോൾ കെ സുധാകരൻ എന്ത് തീരുമാനിക്കും? കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകണമെന്ന സമ്മർദ്ദത്തിൽ ഉറച്ച് തുടരുമോ, അതോ പകരക്കാരനെ നിർദ്ദേശിക്കാമെന്ന ഹൈക്കമാൻഡിന്റെ ഫോർമുല അംഗീകരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബിജീഷ് ഗോവിന്ദനും ഒപ്പം തന്നെ സുനിൽ ഐസക്കുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.